പഴയ ആചാരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം കൽക്കട്ടയിലെ ഒരു വ്യവസായിയെ കാണാൻ പോയി. ചില ശുദ്ധഗതിക്കാരായ പൊതുപ്രവർത്തകരും പത്രപ്രവർത്തകരും തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഗൗരവമായി എടുക്കുന്നത് പോലെ മറ്റൊരു അന്ധവിശ്വാസമാണ് വ്യവസായികൾക്ക് കാറ്റ് ഏത് ദിക്കിലേക്കാണ് വീശുക എന്നത് പ്രവചിക്കാൻ പ്രത്യേക കഴിവുണ്ട് എന്നൊരു തോന്നൽ. മിക്കവരും ചെയ്യുന്നത് ചോദ്യകർത്താവ് എന്താണോ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് തങ്ങൾക്ക് കേടുകൂടാതെ പറയുക എന്നതാണ്. ഞാൻ കണ്ട വ്യവസായി പഴയ പരിചയം കാരണം ഏകദേശം 3 മണിക്കൂറോളം എനിക്ക് വേണ്ടി ചിലവഴിക്കാൻ കനിവ് കാണിച്ചു. വ്യവസായി പറഞ്ഞതിന്റെ സംക്ഷിപ്ത രൂപം: മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് 294-ൽ 250 സീറ്റും ജയിക്കും എന്ന് വച്ചാൽ ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം ഊഹിച്ച കാര്യം. ഇത്തരം പ്രവചനങ്ങൾ ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ പുറത്തുവിടുന്നതാണ് നല്ലത്. അദ്ദേഹം പറഞ്ഞത് ശരിയായാൽ കറക്കി കുത്തിയത് ശരിയായി എന്നേ അർത്ഥമുള്ളൂ. അടുത്ത ശ്വാസത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി മമതയെ നിർദ്ദയം പരിഹസിക്കുകയും നിശിതമായി വിമർശിക്കുകയും ചെയ്തു. വളരെയധികം വായിക്കുന്ന പല എഴുത്തുകാരുമായി സംവാദത്തിൽ ഏർപ്പെടാൻ കഴിവും താല്പര്യവുമുള്ള വ്യവസായി താൻ മതേതരവാദിയാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ചതിന് ശേഷം പ്രഖ്യാപിച്ചു: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയ്ക്കെതിരായി ഒന്നും ചെയ്തിട്ടില്ല. മമതയെ പരിഹസിച്ചതും മോദിയെ ന്യായീകരിച്ചതും അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് പോളിസി. എനിക്ക് മമതയെയോ മോദിയെയോ അവരുടെ ദ്വാരപാലകരെയോ പരിചയമില്ലെങ്കിലും വ്യവസായിയുടെ അഭിപ്രായം പൊടിപ്പും തൊങ്ങലും വെച്ച് ആരെങ്കിലും അധികാര കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ നേരിടാനുള്ള ഒരു സമീകരണ പൊടിക്കൈയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. സൂര്യന് താഴെയുള്ള മിക്ക കാര്യങ്ങളെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേട്ട് ഹർഷപുളകിതനായി വീട്ടിൽ തിരിച്ചെത്തിയ എന്നെ കാത്തിരുന്നത് ബൊസ്തി ജീവൻ അഥവാ ചേരിയിലെ ജീവിതം എന്ന മലയാള പുസ്തകമാണ്. ഫാത്തി സലീം എഴുതിയ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം തിരുവനന്തപുരത്ത് വച്ച് കൈപ്പറ്റിയെങ്കിലും യാദർച്ഛികമായി കാവ്യനീതി എന്ന പോലെ കൽക്കട്ടയിൽ വച്ചാണ് വായിക്കുവാൻ തരപ്പെട്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പുസ്തക നിരൂപണമല്ല. അതിനുള്ള സാഹിത്യ പരിചയമൊന്നും എനിക്കില്ല. മറിച്ച് എന്നെ പിടിച്ചു കുലുക്കിയ ഈ പുസ്തകത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ബംഗാൾ പശ്ചാത്തലമാക്കി ഫാത്തി സലീം എഴുതിയ പുതിയ നോവൽ എന്നാണ് ബൊസ്തി ജീവന്റെ പുറംചട്ട പറയുന്നത്. ഇത് മലയാളത്തിൽ എഴുതിയ ഒരു ബംഗാളി നോവലാണെന്ന് പറയാം എന്ന് തുടക്കത്തിൽ ശ്രീ NS മാധവൻ വിവരിച്ചിട്ടുണ്ട്. 160 പേജുകളുള്ള ഈ നോവൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കഥയും കഥാപാത്രങ്ങളും ഭാവനയിൽ നിന്നും ഉപരിയായി വസ്തുതകളിൽ നിന്നും രൂപപ്പെട്ടു എന്നാണ്. തീർച്ചയായും ഈ നോവലിൽ ഫിക്ഷൻ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഫാക്ട്സ് ഉണ്ട് എന്നൊരു തോന്നൽ വായിക്കുമ്പോഴും വായിച്ചതിന് ശേഷവും എന്നെ അലട്ടിയിരുന്നു. ബൊസ്തി ജീവൻ ലളിതയുടെ, മലയാളത്തിൽ ലളിത എന്ന പേര് ബംഗ്ലയിൽ ഉച്ചരിക്കുമ്പോൾ ലളിതയാകുന്നു, ലളിതയുടെ കഥയാണ്. പൊരേഷ് ഹെലായുടെ കഥയാണ്. റുജീബ് ഷെയ്ഖിന്റെയും പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേൽക്കുന്ന മീർ മുസാഫിറിന്റെയും ജനാര ബൂവിന്റെയും കഥയാണ്. മലയാളിയായ സുബൈറിന്റെയും മകൾ സുഹാനയുടെയും കഥയാണ്. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാകട്ടെ ഇവരിൽ മിക്കവരും സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്ക് ചട്ടക്കൂട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അധികാരത്തിന്റെ ബൂട്ടിനടിയിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നു എന്നതാണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ, കേരളത്തിലെ കളക്ടറിന് തുല്യം, താക്കറെ ഹൗസ് ബംഗ്ലാവിൽ 4 ശുചിമുറികൾ വൃത്തിയാക്കുകയാണ് പൊരേഷിന്റെ ജോലി. ശുചിമുറി എന്ന് മയപ്പെടുത്തി പറയേണ്ട ആവശ്യമില്ല. കക്കൂസിലെ മലത്തിന്റെയും മൂത്രത്തിന്റെയും കറകൾ ഉരച്ചു കഴുകി പരിസരം തുടച്ചുണക്കുക, അതാണ് പൊരേഷിന്റെ ഉത്തരവാദിത്തം. സാഹചര്യങ്ങൾ ലളിതയെയും പിന്നീട് അത്തരം ജോലിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അവരെ നേരിട്ടത് കറകളല്ല, പബ്ലിക് ടോയ്ലറ്റിലെ ഭീകരാവസ്ഥയാണ്. കക്കൂസ് കഴുകുന്ന പൊരേഷിന് കടുത്ത കറകൾ കഴുകിക്കളയാനുള്ള ആസിഡും തുണിയും മറ്റ് ദ്രാവകങ്ങളുമൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ളൊരു തൊഴിലുപകരണം പൊരേഷിന് ഒഴിവാക്കാനാകില്ല. എന്താണത്? കണ്ണുകൾ. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ബംഗ്ലാവിലെ അന്തേവാസികളിൽ ആരുടെയും കണ്ണുകളിൽ പൊരേഷ് നോക്കാൻ പാടില്ല. എപ്പോഴും താഴെ നോക്കി നടക്കുന്നതാണ് സുരക്ഷ ഉറപ്പിക്കാനുള്ള വഴി. ഇവിടെ ബൊസ്തി ജീവൻ എന്ന നോവൽ മലയാളത്തിന്റെയും ബംഗ്ലയുടെയും അതിരുകൾ കടന്ന് സാർവത്രികമായ ഒരു സത്യം വിളിച്ചു പറയുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിധേയത്വത്തിന്റെ യൂണിവേഴ്സൽ സിമ്പൽ, നിഷിദ്ധമായ നേത്രസമ്പർക്കം അഥവാ കണ്ണോട്ടം അല്ലെങ്കിൽ ഐ കോണ്ടാക്ട്. അടിമത്തത്തിന്റെ കാലത്തും അതിനുശേഷമുള്ള ജിം ക്രോ പീരീഡിലും
ഏകദേശം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 1960-കൾ വരെ അമേരിക്കയിൽ നിലവിലുണ്ടായിരുന്ന വംശീയ ദുർനീതി പ്രകാരം, പ്രത്യേകിച്ച് തെക്കൻ സംസ്ഥാനങ്ങളിൽ ആഫ്രിക്കൻ അമേരിക്കക്കാർ വെള്ളക്കാരുമായി നേരിട്ട് കണ്ണോട്ടം ഒഴിവാക്കേണ്ടതുണ്ടായിരുന്നു. കറുത്തവർ നേരിട്ട് കണ്ണിൽ നോക്കുന്നത് അപമതിപ്പായും അപകടകരമായും സംശയാസ്പദമായും കണക്കാക്കിയിരുന്ന ചരിത്രപരമായ അനുസരണ പ്രതീക്ഷകളാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. ബൊസ്തി ജീവൻ എന്ന നോവലിൽ വിവരിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നത് 1960-കളിലല്ല. CCTVയുടെയും പൗരത്വം തെളിയിക്കുവാൻ പറ്റാത്തവരെ പാർപ്പിക്കുവാൻ വേണ്ടി നിർമ്മിച്ച തടങ്കൽ പാളയങ്ങളുള്ള ഇന്ത്യയിലാണ്. എല്ലാം നിരീക്ഷിക്കുന്ന CCTVയെ പൊറേഷ് വല്ലാതെ ഭയക്കുന്നുണ്ട്. നോവലിസ്റ്റ് ഫാത്തി സലീം അതിവിദഗ്ധമായി സുഗമമായി പാനോപ്റ്റിക് നൈറ്റ്മെയർ എന്ന ആശയത്തെ ഇവിടെ പറയാതെ പറയുകയാണ്. പാനോപ്റ്റിക് നൈറ്റ്മെയർ എന്നത് വ്യക്തികൾ സ്ഥിരമായോ അല്ലെങ്കിൽ സ്ഥിരമാകാവുന്ന നിരീക്ഷണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു ഡിസ്റ്റോപ്പിയൻ സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു. അതീവ മാനസിക സമ്മർദ്ദവും നിയന്ത്രണം സ്വയം അന്തർലീനമാകുന്നതുമാണ് പാനോപ്റ്റിക് നൈറ്റ്മെയറിന്റെ പ്രത്യേകതകൾ. പാനോപ്റ്റിക്കോൺ എന്നത് 18-ാം നൂറ്റാണ്ടിൽ ജെറമി ബെൻഥം രൂപകൽപ്പന ചെയ്ത ഒരു തടവറ പോലത്തെ സ്ഥാപനമാണ്. ഇതിൽ നടുവിൽ ഒരു നിരീക്ഷണ ഗോപുരവും അതിനെ ചുറ്റിപ്പറ്റി വൃത്താകൃതിയിൽ കോശങ്ങളുള്ള ഒരു കെട്ടിടവുമാണ് ഉൾപ്പെടുന്നത്. പിന്നിൽ നിന്നുള്ള വെളിച്ചവും ഘടനയും കാരണം തടവുകാർക്ക് എപ്പോഴും ഒരു മറഞ്ഞിരിക്കുന്ന കാവൽക്കാരൻ തങ്ങളെ നിരീക്ഷിക്കുന്നതായി തോന്നുന്നു. ഇതിന്റെ ഫലമായി അവർ സ്വന്തം പെരുമാറ്റം സ്വയം നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. കക്കൂസ് കഴിയുന്നവരുടെ ഉപബോധ മണ്ഡലത്തിൽ നിന്നും മലവും മൂത്രവും ജോലി സമയത്തിന് ശേഷം സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ മാഞ്ഞു പോകുന്നില്ല. ചോറിൽ പരിപ്പ് കറി കാണുമ്പോൾ പൊരേഷിന്റെ മനസ്സിൽ തെളിയുന്നത് ബംഗ്ലാവിലെ കുട്ടിയുടെ ഡയപ്പറിലെ മഞ്ഞ അവശിഷ്ടങ്ങളാണ്. പച്ചമുളക് കടിച്ചാണ് പൊരേഷ് ഓക്കാനത്തെ നേരിടുന്നത്. അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ കാണുമ്പോൾ പൊരേഷിന്റെ പ്രേരണ സെൽഫി എടുക്കാനല്ല, മറിച്ച് തളം കെട്ടി നിന്ന മൂത്രത്തിന്റെ ഓർമ്മയിൽ നിന്നും മോചനമില്ല എന്ന തിരിച്ചറിവാണ്. ലോലിതയുടെ സ്ഥിതി ഇതിലും പരിതാപകരമാണ്. ശരീരം വിറ്റ് ജീവിക്കേണ്ടി വന്നപ്പോഴും ലോലിത ഒരു പാഠം ഓർത്തിരുന്നു. തല കുനിച്ച് നിൽക്കരുത്, നിവർന്നു നിൽക്കണം. ഒരു ഘട്ടത്തിൽ ലോലിത പൊരേഷിനെ പരിഹസിക്കുന്നുണ്ട്. എന്തൊരു ഭയമാണ് മനുഷ്യ നിങ്ങൾക്ക്! നിങ്ങൾ അവിടെ മോഷ്ടിക്കാനാണോ പോകുന്നത്? കക്കൂസ് കഴുകാനല്ലേ? ഇത്ര വിയർക്കാൻ എന്താണുള്ളത്? എന്നെ കണ്ട് പഠിക്ക്, സുന്ദർബനിലെ പെണ്ണിനെ കണ്ട് പഠിക്ക്, ജോലേർ കുമീർ ഡാംഗാബാഗ്, വെള്ളത്തിൽ മുതലയും കരയിൽ കടുവയുമുള്ള നാട്ടിലെ പെണ്ണ്. പക്ഷേ കൽക്കട്ടയിലെ ചുവന്ന തെരുവായ സോനാഗാച്ചിയിൽ പരിരക്ഷിക്കപ്പെട്ട ആ കരുത്ത് ലോലിതയ്ക്ക് സബ് ഡിവിഷണൽ പോലീസ് ഓഫീസറുടെ ബംഗ്ലാവിൽ വെച്ച് നഷ്ടപ്പെടുന്നു. ഇടനിലക്കാരൻ ലോലിതയോട് നിർദ്ദേശിക്കുന്നുണ്ട്, മേം സാഹിബിനെയും സാഹിബിനെയും ഒക്കെ കാണുമ്പോൾ ശരീരം ഇതുപോലെ തള്ളിപ്പിടിച്ച് നിൽക്കരുത്, ഒന്ന് ഒതുങ്ങി മാറി നിൽക്കണം. റോഡിൽ വാഹനങ്ങൾ ഇടിക്കാതിരിക്കാൻ നമ്മൾ മാറി നിൽക്കാറില്ലേ, അതുപോലെ. വേട്ടമൃഗങ്ങളുടെ കവച കുണ്ടലങ്ങളാണിവ. റാ പോലെ വളഞ്ഞു നിൽക്കൽ, താഴത്തേക്ക് നോട്ടം, ഒതുങ്ങി മാറി നടത്തം. വിധേയത്വത്തിന്റെ കൊടുമുടിയിലെത്തുമ്പോൾ അറപ്പ് ആനന്ദമായി മാറുന്ന ഭീകരാവസ്ഥയും നോവലിൽ വിഷയമാവുന്നുണ്ട്. മറ്റു ചിലരെ കക്കൂസ് കഴുവാൻ പരീക്ഷിച്ച് തൃപ്തി വരാതെ ബംഗ്ലാവിലേക്ക് പരോഷിനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. തനിക്ക് പകരക്കാരനില്ല എന്ന് തിരിച്ചറിയുമ്പോൾ മാനുഷികമായ യാതൊരു പരിഗണനയും ലഭിക്കാതെ നിസ്സഹായതയിലേക്ക് കൂപ്പുകൂത്തുകയും വഞ്ചകന്റെ പരിവേഷം അണിയുകയും ചെയ്ത പൊരേഷ് അതുവരെ അറപ്പനുഭവിച്ചിരുന്ന തന്റെ തൊഴിലിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. മാൻഹോളുകളും മലിനജല ചാലുകളും വൃത്തിയാക്കാൻ പൊരേഷൻ അങ്ങനെ ഒരു പശ്ചാത്തലവും ഉണ്ട്. സ്തുത്യർഹമായ രീതിയിൽ കേരളത്തിലും മറ്റു ചിലയിടങ്ങളിലും റോബോട്ടുകളെ വിന്യസിക്കുന്നത് മറന്നുകൊണ്ടല്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പരാമർശിച്ചത്. അധികാര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ പാറാവുകാരും അടുക്കള ജോലിക്കാരും ഡെലിവറി നടത്തുന്നവരും മോളിലെ ക്ലീനറുമെല്ലാം പൊരേഷിന്റെ വകഭേദങ്ങളാണ്. റോബോട്ടുകൾക്ക് ലഭിക്കുന്ന പരിരക്ഷയും അംഗീകാരവും ബഹുമാനവും ഈ ഗിഗ് വർക്കേഴ്സ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ജനാവലിക്ക് ഇന്നും അന്യമാണ്. ഈ നോവൽ എഴുതിയ മലയാളിയായ ഫാത്തി സലീം ബംഗാളിൽ അറിയപ്പെടുന്ന IAS ഓഫീസറായ മൂവാറ്റുപുഴക്കാരനായ PB സലീമിന്റെ ഭാര്യ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചില സിവിൽ സർവീസ് ബംഗ്ലാവുകളിൽ നടന്നിരിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായും കൃത്രിമമില്ലാതെയും എഴുതുവാൻ നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. നേരിട്ട് കേട്ടറിഞ്ഞ് വിശ്വാസയോഗ്യമാണ് എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ഇത്ര വ്യക്തതയോടെ ഇത്ര തീക്ഷ്ണതയോടെ എഴുതുവാൻ കഴിയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. ശ്രീ NS മാധവൻ എഴുതിയതുപോലെ അയത്നലളിതമായി കഥ പറയാനുള്ള ഫാത്തി സലീമിന്റെ കഴിവ്
വിളിച്ചു പറയുകയാണ് ഓരോ പുറവും. ബൊസ്തി ജീവൻ എന്ന നോവൽ ഒരു രാഷ്ട്രീയ കൃതി തന്നെയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് നേരിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും നോവലിലെ പല പേജുകളിലും ഇന്നത്തെ ഇന്ത്യ കടന്നു വരുന്ന പ്രതീതി ജനിപ്പിക്കാൻ നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്നത് NDTV പ്രസിദ്ധീകരിച്ച ആസാമിലെ ഒരു ഡിറ്റൻഷൻ സെന്ററാണ്. തുടക്കത്തിൽ പറഞ്ഞ ഞാൻ കണ്ട വ്യവസായിയും ഇപ്പോൾ നടക്കുവാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളുമായി ബൊസ്തി ജീവൻ എന്ന നോവലിന് എന്താണ് ബന്ധം? മമതയോടുള്ള പരിഹാസം നിറഞ്ഞ മോദിയുടെ ഭരണഘടനാ ബഹുമാനത്തെ പുകഴ്ത്തിയ സൂര്യന് കീഴിലുള്ള മിക്ക വിഷയങ്ങളും പരാമർശിക്കപ്പെട്ട ആ സംഭാഷണത്തിൽ ലളിതയ്ക്കോ പൊരേഷിനോ റൊജീബ് ഷെയ്ഖിനോ മീർ മുഷാഫറിനോ ജനാരാബുവിനോ സുബൈറിനോ സുഹാനയ്ക്കോ ഒരിടവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ആ ബന്ധം. ചിത്തപ്രസാദ് ഭട്ടാചാര്യ 1943 ബംഗാൾ ക്ഷാമത്തെക്കുറിച്ച് വരച്ച ചിത്രങ്ങൾ കൊളോണിയൽ ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങളുടെ നിസ്സംഗത ബംഗാളിനെ എവിടെ കൊണ്ടെത്തിച്ചു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബൊസ്തി ജീവൻ എന്ന നോവലിലെ ഇതിവൃത്തവുമായി ബംഗാൾ ക്ഷാമത്തിന് പ്രത്യക്ഷമായി ബന്ധമില്ലെങ്കിലും ചിത്തപ്രസാദ് ഭട്ടാചാര്യയുടെ ചിത്രങ്ങൾ അധികാരം, ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ബ്യൂറോക്രാറ്റിക് അവഗണന, മനുഷ്യവേദന എന്നിവയെ നേരിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോടും ചിത്തപ്രസാദ് ഭട്ടാചാര്യയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. ബൊസ്തി ജീവൻ എന്ന നോവൽ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ സ്വയം ചോദിച്ചു പോകും, ഇന്ത്യയിൽ ഇന്ന് ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നത്?